കുഞ്ചാക്കോവൻ്റെ ഏറ്റവും പീക്ക് മൂവി എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ചാക്കോവൻ്റെ ഒരു റേഞ്ച് തന്നെ മാറിയിട്ടുണ്ട്. നമ്മുടെ ബൊഗൻവില്ലെ കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റ് നമുക്ക് വീണ്ടും തോന്നിയായിരുന്നു. ഇതല്ല, അസൽ റഫ് കിടിലും പടം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജെയ്ക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമാണ് കറക്റ്റ് ആയിട്ടുണ്ട് സിനിമയ്ക്ക്. അടിപൊളി പടം കേട്ടോ, സൂപ്പറാണ്. ഡിറക്ഷൻ, സിനിമാറ്റോഗ്രഫി എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല വേരിയേഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ്. OST ഒക്കെ നമുക്ക് സിനിമ കഴിയുമ്പോൾ ജെയ്ക്സ് OST എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. മൊത്തത്തിൽ നോക്കിയാൽ കുഞ്ചാക്കോ ബോബൻ ഒരു ഹെവി ഡ്യൂട്ടിയിലാണ് ഈ സിനിമ. എന്താണ് ബോഗൻവില്ലയ്ക്ക് തരാൻ പറ്റാത്ത ഒരു കിക്ക് ഈ സിനിമയിൽ കുഞ്ചാക്കോവിന് തരാൻ പറ്റും. അതാണ് കൂടുതൽ പ്രതീക്ഷ. അതിക്കും മേലെയാണ് ഈ സിനിമ. ഒരു അടിപൊളി പെർഫോമൻസ്. നമ്മുടെ സാധാരണ നമ്മൾ ചോക്ലേറ്റ് നായകനായിട്ടാണല്ലോ കണ്ടിരുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതാണ് റിയൽ ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞാൽ തകർപ്പും ഫ്രെയിമാണ്. എന്ന് വെച്ചാൽ ഓരോ സീനും നമുക്കിങ്ങനെ ഹൃദയത്തിലേറ്റി ധൈര്യമായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം, ഇതാണ് പോലീസുകാരെന്ന്. ആക്ച്വലി പടം നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഫീല് കിട്ടും. അതായത് നമ്മുടെയൊക്കെ ആരൊക്കെയോ എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് ശരിക്കും ചാക്കോച്ചൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫൈറ്റ് അതോടൊപ്പം തന്നെ ലൈക്ക് ഇതിനകത്ത് DOP ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യം ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അല്ല, ഇതിനകത്ത് നല്ല സീരിയസ് റോളാണ്. നല്ല രസമുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. നമ്മൾ 5-ാം പാതിര മൂവിയൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. എടുത്തു പറയേണ്ട പിന്നെ വൈശാഖ് നടനില്ലേ, പുള്ളി പൊളിച്ച് നല്ല രസമുണ്ട്. പിന്നെ ഡയറക്ടർ സാറ് തന്നെ നല്ലപോലെ അഭിനയിച്ച് നല്ലൊരു റോൾ തന്നെ പുള്ളിയും ചെയ്തു. ഫസ്റ്റ് കുഞ്ചാക്കോനെ ആ ക്യാരക്ടർ എൻട്രി സീൻ തന്നെ എന്നെ ഹെവി ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇലിവിഴാൻ പൂഞ്ചിയുടെ ഡയറക്ടറുടെ പടമാണ്. എക്സ്പെഷ്യലി നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണാം. അത് അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക, ഈ പ്രസന്റ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് വന്നത്. ഒരു സൈക്കോളജിക്കൽ ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ചേറി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ജെയ്ക്സ് ബിജോയ് നിങ്ങളൊരു സംഭവം തന്നെയാണ്. പടത്തിന് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പടം പിടിച്ചിട്ടുണ്ട്. സന്തോഷം. ഈ പറഞ്ഞ ഞാനും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നത്. അത് ഇനി ഓഡിയൻസിന്റെ കയ്യിലാണ്, ഓഡിയൻസ് പറയട്ടെ. എനിക്ക് എന്തായാലും ഭയങ്കര ഹാപ്പി. ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം ഫാമിലി ആയിട്ട് കണ്ടിരിക്കണം. പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എല്ലാം കൊണ്ടും മസ്റ്റ്, അടിപൊളി, വേറെ ലെവൽ. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് തന്നെ കിട്ടില്ല. അതന്നെ എടുത്തു പറയാനുള്ളത്. കാരണം അത് എടുത്തു പറയുമ്പോൾ ഇതിലെ സ്റ്റോറി പറയാൻ പറ്റുന്നില്ല, അത്രക്കും കിട്ടില്ല. ഇതിൻ്റെ കാസ്റ്റിങ്, ഡയറക്ഷൻ എല്ലാം സൂപ്പറാണ്. നമ്മൾ സമൂഹത്തിന് മയക്കുമരുന്ന് എത്രത്തോളം വിപത്ത് ഉണ്ടാക്കും എന്നുള്ളൊരു ചരിത്രം ഇതിലൂടെ പറയാൻ സാധിച്ചിട്ടുണ്ട്. ആ വില്ലന്മാരെയൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാൻ തോന്നും. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഷൂട്ട് അറ്റ് സൈറ്റ്, അതാണ് എനിക്ക് ഈ സമൂഹത്തിൽ പറയുന്നത്. സംവിധായകനായാലും വിജയിച്ചിട്ടുണ്ട്. നല്ല ഫിലിമായിരുന്നു. ചാക്കോച്ചൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾസോ അതിലെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തവരുടെ പെർഫോമൻസും കൊള്ളായിരുന്നു. ഒന്നും പറയില്ല, ഓഡിയൻസിൻ്റെ ഹാപ്പിനെസ് കാണുമ്പം നമ്മൾ ചെയ്തു വെച്ചത് എവിടെയൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, പടം നമ്മൾ ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഓഡിയൻസ് അത് ഏറ്റെടുക്കാതിരിക്കുമോ നമുക്കറിയത്തില്ല. ഓരോരോ ഡിസ്കഷനില്ലേ, ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുള്ള പടമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിരം പാറ്റേൺ മാറിയിട്ട് സാധാരണ നമ്മളൊരു സ്ലോ പേസ് അല്ലേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ ഇത് ഭയങ്കര എന്റർടൈനിങ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യലി വാല്യൂ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. നമുക്ക് ഓരോ സീനിലും ഗൂസ് ബംസ് ഉള്ള സീൻസുണ്ട്. പിന്നെ ചാക്കോച്ചൻ എൻ്റർലി ഡിഫറെന്റ് പരിപാടിയാണ്. ഭയങ്കര അല്ലേ അടിപൊളിയാണ്. വേറൊരു പരിപാടിയെ പിടിച്ചേക്കണേ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. നന്നായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് വളരെ ക്ലിയർ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. വളരെ സന്തോഷം. ചാക്കോച്ചൻ്റെ ഭയങ്കര വേറിട്ടൊരു മുഖമായിരുന്നു. ചാക്കോച്ചനെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതിയല്ല, വേറൊരു രീതിയായിരുന്നു. പിന്നെ ഷാഹി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒരു പെർഫെക്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. യാതൊരു ഒരു ലൂപ്പ് ഹോൾസും ഇല്ലാത്ത സ്ക്രിപ്റ്റാണ്. അതൊരു പോലീസുകാരനായതുകൊണ്ടായിരിക്കാം.